ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജോ ആന്റണിയെ കോടതിയിൽ എത്തിച്ചു. കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ആസൂത്രിതമായ ഒരു കവർച്ച തന്നെയായിരുന്നു പോട്ട ബാങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് റിജോ ആന്റണി. എപ്പോഴായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്? ഇതിനുശേഷം മാത്രമേ പ്രതിയുമായിട്ട് കൂടുതൽ തെളിവെടുപ്പൊക്കെ തന്നെ നടത്താൻ പോലീസിന് കഴിയുള്ളൂ. തീർച്ചയായിട്ടും. അതായത് ഈ ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണിയെ ഇന്നലെ തന്നെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് ഇയാളെ ജയിലിലേക്കും കൊണ്ടുപോയിരുന്നു. ഇന്ന് അയാളുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷയും അതുപോലെ തന്നെ ജാമ്യാപേക്ഷയും പരിഗണിക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇയാളെ പോലീസ് കോടതിയിൽ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അയാളുടെ കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. തുടർന്നായിരിക്കും കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കാനുള്ള സാധ്യത. എന്തായാലും ഇന്നലെ രാത്രിയോട് തന്നെ മുഴുവൻ കവർച്ചാ പണവും, അതായത് മിനിഞ്ഞാന്ന് രാത്രിയോട് കൂടി തന്നെ മുഴുവൻ കവർച്ചാ പണവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്നും ബാക്കി 2,90,000 രൂപ ഇയാളുടെ സുഹൃത്തിന് ഇയാൾ കടമായി തിരികെ നൽകിയിരുന്നു. ആ പണം ഈ സുഹൃത്ത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. 10,000 രൂപ മാത്രമാണ് അത് പക്ഷേ ഇയാൾ മറ്റു ആവശ്യങ്ങൾക്കായി ചെലവാക്കി എന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസ് ഉള്ളത്. ശരി, എന്തായാലും ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസിൽ അല്പസമയത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകും. ഇപ്പോൾ കോടതിയിൽ പ്രതിയെ എത്തിച്ചിരിക്കുകയാണ്. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.